السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. സുലൈമാൻ ഇബ്നു സഹ്നാൻ റഹിമഹുള്ളാഹിയുടെ അലാമത്തു സിഹ്ഹത്തുൽ ഖൽബ് എന്ന പേരിലുള്ള കവിതയാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ 49 വരെയുള്ള ബൈത്തുകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അതിൽ അവസാനമായി പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അലിയാണ്, അഥവാ അർശിന്മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ള ഉന്നതനാണ് എന്നുള്ളതാണ്. അത് അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ട, നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ്. അല്ലാഹു എവിടെ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് മറുപടി ഉണ്ടാവുക ഖുർആനിന്റെയും ഹദീസിന്റെയും സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട അസറുകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ എന്താണോ സഹാബികൾ വിശ്വസിച്ചത് അത് നമ്മൾ അല്ലാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കും. അതിനെ തുടർന്ന് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പറയുന്നത്, അല്ലാഹു തആല അലിയാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിശ്വാസത്തെയാണ് അതിനെ തുടർന്ന് സൂചിപ്പിക്കുന്നത്. ആദ്യം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ബൈത്തുകളെല്ലാം ഒരുമിച്ച് വായിക്കാം. എന്നിട്ട് അത് വായിച്ച് അർത്ഥം പറയുമ്പോൾ തന്നെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. കാരണം അത്രയും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം അതിനെപ്പറ്റി വിശദീകരിക്കാം. وينزل ربنا في كل ليل إلى أدنى السماوات العوالي. وينزل ربنا നമ്മുടെ റബ്ബ് ഇറങ്ങും في كل ليل എല്ലാ രാത്രിയിലും إلى أدنى السماوات العوالي ആകാശങ്ങളിൽ ഏറ്റവും ഭൂമിയോട് അടുത്തിട്ടുള്ള ഏറ്റവും താഴ്ന്നിട്ടുള്ള ആകാശത്തിലേക്ക്. لثلث الليل ينزل حين يبقى രാത്രിയുടെ 1/3 ബാക്കിയാകുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങുക. ബിലാ കൈഫിൻ അലാ മജ്ദിൽ ലയാലി, അതെങ്ങനെയാണ് രാവ് മാറി മാറി വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രദേശത്ത് മാറി മാറി വരുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള ചോദ്യമില്ലാതെ. യുനാദി ഖൽഖഹു ഹൽ മിൻ മുനീബിൻ, അല്ലാഹു തആല സൃഷ്ടികളോട് വിളിച്ചു ചോദിക്കും, ആരെങ്കിലും ഉണ്ടോ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരായിട്ട്. വഹൽ മിൻ തായിബിൻ ഫീ കുല്ലി ഹാലി, ഏതവസ്ഥയിലാണെങ്കിലും തൗബ ചെയ്യുന്നവനായിട്ട് ആരെങ്കിലും ഉണ്ടോ. വഹൽ മിൻ സായിലിൻ യദ്ഉ ബിഖൽബിൻ, ആരെങ്കിലും ഉണ്ടോ അവന്റെ കൽബ് കൊണ്ട് അല്ലാഹുവിനോട് തേടുന്നവനായിട്ട്, അഥവാ ശ്രദ്ധയോടുകൂടി കൽബിൽ ശ്രദ്ധയോടുകൂടി തേടുന്നവനായിട്ട്. ഫയുഅതാ സുഅലഹു ഇൻദ സുആലി, അവൻ എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്ന കാര്യം നൽകപ്പെടുന്നതാണ്. വഹൽ മുസ്തഗ്ഫിറുൻ മിമ്മാ ജനാഹു, താൻ ചെയ്ത തെറ്റുകൾ തെമ്മാടിത്തരങ്ങൾ അതിനെ തൊട്ട് ഇസ്തിഗ്ഫാർ തേടുന്നവൻ ആരാണുള്ളത്. മിനൽ അഅമാലി ഔ സൂഇൽ മഖാലി, പ്രവർത്തനങ്ങളാവട്ടെ അവന്റെ മോശപ്പെട്ട സംസാരങ്ങളാവട്ടെ. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ബൈത്തുകൾ. ചുരുക്കം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അവസാനത്തെ 1/3 ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു, എനിക്ക് ഉത്തരം ചെയ്യണം, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്. അതാണ് അല്ലാഹുവിന്റെ ചോദ്യം. എനിക്ക് ഉത്തരം ചെയ്യണം, ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്. മൻ യസ്അലുനി ഫഉതിയഹു, എനിക്ക് നൽകണം, ആരാണ് എന്നോട് തേടാനുള്ളത്. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടാനുള്ളത്, ഞാൻ അവർക്ക് പുറത്തു നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു തആല അലിയാണ്. എന്നാൽ ഓരോ രാത്രിയുടെയും 1/3 ആകുമ്പോൾ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അതാണ് പിന്നീട് അതിൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞത് ബിലാ കൈഫിൻ, അത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമുക്ക് അല്ലാഹു തആല പറഞ്ഞു തന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതോ അല്ലാതെ ഒന്നും അറിയില്ല. അത് ചിന്തിക്കാൻ മാത്രം ബുദ്ധി, അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് തിരിച്ചു ചോദിക്കാൻ മാത്രമുള്ള ബുദ്ധിയൊന്നും 250 ഗ്രാം മാത്രം വെയിറ്റ് വരുന്ന തലച്ചോറിനില്ല, നമ്മുടെ ബുദ്ധിക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ ചോദിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വേറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അല്ലാഹു അറിയിച്ചത്, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്താണോ സഹാബികൾ വിശ്വസിച്ചത് മനസ്സിലാക്കിയത്, അതാണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട അഖീദ എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു അലിയാണ്. ഒന്നാം ആകാശത്തേക്ക് രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരികയും ചെയ്യും, അതിൽ സംശയമില്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശം
30ഓളം ഹദീസുകൾ വ്യക്തമായി അള്ളാഹുവിന്റെ നുസൂലിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. പല പിഴച്ചവാദക്കാരും ആ ഒരു നുസൂലിനെ അള്ളാഹുവിന്റെ ഉത്തരം ഇറങ്ങലാണ്, അള്ളാഹുവിന്റെ വേറെ ചില കാര്യങ്ങൾ ഇറങ്ങലാണ് എന്ന നിലക്കൊക്കെ വാദിക്കാറും പറയാറുമെല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് രാത്രിയുടെ അവസാനത്തെ 1/3 ഇറങ്ങി വരും എന്നുള്ളത് ഒരു സംശയമില്ലാതെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ ആ സമയത്ത് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ പ്രത്യേകിച്ചും ഈ അഖീദയുടെ വിഷയത്തിൽ പിഴച്ചുപോയ ആളുകൾ പിഴച്ചു പോകുമ്പോൾ സ്വഹാബികൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആല രാത്രിയുടെ അവസാനത്തെ 1/3 ഒന്നാം ആകാശത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാമെന്നാണ് ആലോചിച്ചത്. അല്ലാതെ അള്ളാഹു എങ്ങനെ ഇറങ്ങി വരും? അള്ളാഹു ഒരു സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് പകലാണല്ലോ, അപ്പോൾ അവിടെ ഇറങ്ങോ? അള്ളാഹുവിന് എപ്പോഴും ഇറങ്ങലും കയറലും തന്നെയാണോ പണി? ഈ നിലയ്ക്കുള്ള പിഴച്ചവാദങ്ങളല്ല അവർ ചോദിച്ചത്. അവരാ സമയത്ത് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള മാർഗം എന്നുള്ളതാണ്. അത് ഹദീസിൽ വന്നതുപോലെ അള്ളാഹു തആല ചോദിച്ചതെന്നാണ്, വഹൽ മുസ്തഗ്ഫിറുൻ മിമ്മാ ജനാഹു മിനൽ അഅമാലി ഔ സൂഇൽ മഖാലി. ആരാണ് അവൻ ചെയ്ത മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, മോശപ്പെട്ട വാക്കുകൾ, തെമ്മാടിത്തരങ്ങൾ, ഇതിൽ നിന്നെല്ലാം ഇസ്തിഗ്ഫാർ തേടുന്നവൻ ആരാണ് ഉള്ളത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഖുർആനിലും ഹദീസിലും ധാരാളം സന്ദർഭങ്ങളിൽ കാണാം രാത്രിയുടെ അവസാന 1/3 നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ ഇബാദത്ത് എന്താണ്? ഇസ്തിഗ്ഫാർ തേടലാണ്. നോക്കൂ എത്ര ആയത്തുകളാണ് സൂറത്തുൽ ദാരിയാത്ത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ധാരാളം ആയത്തുകൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. അഥവാ രാത്രി നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ സഹാബികൾ ചെയ്തിരുന്നത് പോലെ, സലഫുകൾ ചെയ്തിരുന്നത് പോലെ ഫജ്റിന് മുമ്പായിട്ടുള്ള ആ സമയത്ത് അവരെന്ത് ചെയ്യും? നിസ്കാരം മാറ്റി, ഖുർആൻ പാരായണം മാറ്റി, ദുആ മാറ്റി എന്തിൽ മുഴുകും? ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കും. അസ്തഗ്ഫിറുല്ലാഹ് എന്നോ അല്ലെങ്കിൽ ഇസ്തിഗ്ഫാറിന്റെ വ്യത്യസ്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. അതിനു മുമ്പുള്ള സമയത്ത് ദുആ, നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ തേടാനുള്ള സമയം. സഹാബികൾ അത് മനസ്സിലാക്കി, അത് ഉപയോഗിച്ചു. പിന്നീട് വന്ന ബുദ്ധി കൊണ്ട് ദീനെ മനസ്സിലാക്കാൻ തുനിഞ്ഞ ആളുകൾ, ബുദ്ധി കൊണ്ട് ദീനെ മനസ്സിലാക്കാനല്ല, ദീനിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ തുനിഞ്ഞ ആളുകൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു. അവർ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിച്ചതുമില്ല. അടുത്ത കാര്യം, അഖീദയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉറച്ച ബോധമുണ്ടായിരിക്കേണ്ട, നാം ദൃഢമായി വിശ്വസിക്കേണ്ട കാര്യം മുഅല്ലിഫ് റഹിമഹുല്ലാഹ് കൊടുക്കുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ടാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ അഖീദ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ അൽ ഖുർആനു കലാമുല്ലാഹ് ഗൈറു മഖ്ലൂഖിൻ. ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിന്റെ കലാമാണ്, അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. ഈ ആകാശഭൂമിക്കകത്തുള്ള മറ്റെല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. എന്നാൽ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അത് അല്ലാഹുവിന്റെ സിഫത്താണ്, അത് അല്ലാഹുവിൽ നിന്ന് വന്ന് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന അല്ലാഹുവിന്റെ വിശേഷണമാണ് എന്നുള്ളതാണ്. അതിനെ പറ്റിയാണ് പറയുന്നത്. വതശ്ഹദു അന്നൽ ഖുർആനു ഹഖ്ഖൻ കലാമുല്ലാഹി മിൻ ഗൈരി ഇഹ്തിലാലി. നീ സാക്ഷ്യം വഹിക്കുക അന്നൽ ഖുർആനു ഹഖ്ഖൻ, ഖുർആൻ സത്യമാണ്. ഏത് നിലയ്ക്ക്? കലാമുല്ലാഹി മിൻ ഗൈരി ഇഹ്തിലാലി, ഒരു സംശയവുമില്ല അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിൽ. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. വലാ തംബീഹി മുബ്തദിഇൻ ജഹൂലിൻ, അറിവില്ലാത്ത വിഡ്ഢിയായ മുബ്തദിഇന്റെ, ബിദ്അത്തുകാരന്റെ തംബീഹ് പറഞ്ഞാല് വൈദ്വാശിയാന്നൊക്കെ പറയില്ലേ, വെളുപ്പിക്കാന്നൊക്കെ പറയില്ലേ. ആ ബുദ്ധിയില്ലാത്ത മുബ്തദിഇ ആ കലാമിനെ വെളുപ്പിച്ച് സൃഷ്ടിയാണെന്ന് പറഞ്ഞ ബിഖൽഖിൽ ഖൗലി അൻ അഹ്ലി ളലാലി, വലാലത്തിന്റെ ആളുകളോടൊപ്പം ചേർന്ന് ഈ കലാം എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വെളുപ്പിച്ച, അതായത് അള്ളാഹുവിന് സംസാരം എന്ന് പറഞ്ഞാൽ ശരിയല്ല, അള്ളാഹുവിനത് യോജിച്ചതല്ല, അതുകൊണ്ട് അത് വേണ്ട, അത് വേറെ ഏതെങ്കിലും തരത്തിൽ പറയാം, അള്ളാഹു സംസാരിച്ചതല്ല, വേറെ രീതിയിലാണ്, അങ്ങനെ വ്യാഖ്യാനിച്ച് അതിന് വെളുപ്പിക്കാൻ നോക്കിയ ബിദ്അത്തുകാരന്റെ വാദം നിനക്ക് വേണ്ട, അത് നീ ഒഴിവാക്കിയേക്ക്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അത് അള്ളാഹുവിന്റെ സിഫാത്താണ്. അതാണ് അടുത്ത വാചകത്തിൽ പറയുന്നത്. വആയാതു സിഫാതി തമുറു മർറൻ കമാ ജാഅത് അലാ വജ്ഹിൽ കമാലി. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അത് തെളിയിക്കുന്ന കാര്യങ്ങൾ, തെളിവുകൾ എന്തൊക്കെ വന്നോ അത് വന്ന പോലെ തന്നെ. കമാ ജാഅത് അലാ വജ്ഹിൽ കമാലി, അത് വന്നതൊക്കെ പരിപൂർണമായിട്ടാണ്. അതായത് ഈ ബിദ്അത്തുകാരുടെ അഖീദയിൽ പിഴച്ചുപോയ ആളുകളുടെ പിഴച്ച വാദങ്ങൾ കേട്ടാലുണ്ടല്ലോ നമുക്ക് പിന്നെ അത്ഭുതപ്പെട്ടു, ഇവർക്ക് തീരെ വിരല്ലേ തോന്നിപ്പോകും. ചില പിഴച്ചവാദക്കാർ ഒരു വാദമാണ്, അള്ളാഹുവിന്റെ രൂപത്തെ അവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. തൽബീസ് ഇബ്ലീസ് എന്നുള്ള ഇബ്നു ജൗസി കിതാബിൽ പിഴച്ചുപോയ വിഭാഗങ്ങൾ 70 ചില്ലാന വിഭാഗങ്ങൾ, അതിൽ ഓരോ വിഭാഗത്തിന്റെ പേരും അവർക്ക് സംബന്ധിച്ച് പിഴവൊക്കെ പറയുന്നുണ്ട്.
അതിൽ ചില ആളുകളുടെ വാദപ്രകാരം അള്ളാഹു ഒരു വജ്രത്തിന്റെ രൂപമാണ്, അള്ളാഹു സിംഹാസനത്തിന് മേൽ തലപ്പാവ് ധരിച്ചിട്ടുള്ള ആളാണ്, അള്ളാഹു ഒരു പ്രകാശത്തിന്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൈ ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച ധാരാളം പിഴച്ച വിഭാഗങ്ങളുണ്ട്. അതായത് അവർക്ക് ചിന്ത മതിയാകുന്നില്ല. അവർക്ക് ദീനിൽ തസ്ലീമിന്റെ അപ്പുറത്തേക്ക്, കീഴൊതുങ്ങുന്നതിന്റെ അപ്പുറത്തേക്ക് ബുദ്ധിപരമായി വ്യാഖ്യാനിക്കേണ്ട ആഗ്രഹം കൊണ്ട് പിഴച്ച വാദങ്ങൾ അവർ പറഞ്ഞു വരുത്തിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ സിഫാത്തുകൾ എന്തോ ആവട്ടെ, അത് വന്നതെല്ലാം അതിന്റെ ഏറ്റവും പരിപൂർണമായ നിലക്കാണ്. അതിൽ പിന്നെ ഒരു സംശയമില്ല. സ്വഹാബികൾ ആ സംശയം വെച്ചിട്ടില്ല. സ്വഹാബികൾ ഒരു തവണ പോലും ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. അവർക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ഇനി ആ സ്വഹാബികൾ പോയതുപോലെയല്ല സ്വർഗത്തിലേക്ക് പോകേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം എന്ത് ചെയ്താൽ മതി? ഈ പിഴച്ചവാദങ്ങൾക്ക് പോയാൽ മതി. നമുക്കുള്ള മാർഗം എന്താ? നമുക്കുള്ള മാനദണ്ഡം എന്താണ്? സ്വഹാബികൾ അതിനെ വിശ്വസിച്ചോ, ഞാനും വിശ്വസിക്കുന്നു, അതാണ് അഖീദത്തുൽ സലഫ്. അതിന്റെ അപ്പുറത്തേക്ക് ചർച്ചയില്ല. അതിന്റെ അപ്പുറത്തേക്ക് എന്റെ ബുദ്ധിക്ക് യോജിച്ചാലും ശരി, യോജിച്ചില്ലെങ്കിലും ശരി, തസ്ലീം, ഞാൻ അതിൽ കീഴൊതുങ്ങിയിരിക്കും എന്നുള്ളതാണ് വിശ്വാസം. അപ്പൊ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ വിശേഷണമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ സിഫത്താണ്. ഇനി അടുത്തത് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരലോകത്ത് കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുഅ്മിനീങ്ങൾ പരലോകത്ത് കാണും എന്നുള്ളത് അഹ്ലുസുന്ന വൽ ജമാഅയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള, ഖുർആനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വറുഇയൽ മുഅ്മിനീന ലഹു തആല അയാനൻ ഫിൽ ഖിയാമത്തി ദിൽ ജലാലി, മുഅ്മിനീങ്ങൾ കാണുക തന്നെ ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവരുടെ കണ്ണുകൾ കൊണ്ട് അന്ത്യനാളിൽ. എല്ലാ മഹത്വമുള്ള അല്ലാഹുവിനെ. യുറാകൽ ബദ്രി ഔ കശംസി സഹ്വൻ ബിലാ ഗൈമിൻ വലാ വഹ്മിൻ ഖയാലി, ആകാശത്ത് പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ ചന്ദ്രനുള്ളതുപോലെ, അതല്ലെങ്കിൽ ഒരു സൂര്യനിടയിൽ ഒരു മേഘത്തിന്റെ മറ്റോ തടസ്സമില്ലാത്തതുപോലെ, ഒരു മേഘമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവർ കാണുക തന്നെ ചെയ്യും. ഇത് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മുഅ്മിനീങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കുക എന്നുള്ളത്. അതായത് നമുക്കൊരാളോട് ഏറ്റവും ഇഷ്ടമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും ആഗ്രഹം എന്തായിരിക്കും? അയാളെ കാണണം, അയാളോട് സംസാരിക്കണം, അയാളോട് അടുക്കണം എന്നുള്ളതായിരിക്കും. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്, ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനമാണ് അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്നുള്ളത്. അത് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാണ്. നോക്കൂ, ഖുർആനിൽ സൂറത്തുൽ ഖിയാമയിലെ 22-23 ആയത്തിൽ വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അന്നേ ദിവസം ചില മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും, വെട്ടിത്തിളങ്ങും. അത് അവരുടെ റബ്ബിലേക്കുള്ള നോട്ടം കൊണ്ടായിരിക്കും, അത് റബ്ബിലേക്ക് നോക്കുന്നത് കൊണ്ടായിരിക്കും. റബ്ബിലേക്ക് നോക്കുമ്പോൾ അവരുടെ മുഖം വെട്ടിത്തിളങ്ങും. ഒരിക്കൽ ജരീർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഹദീസിൽ നിന്ന് തെളിവാ പറയുന്നത്, كنا عند النبي صلى الله عليه وسلم فنظر الى القمر ليله يعني البدر. ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇരിക്കുകയാണ് രാത്രി. അപ്പൊ പൂർണ്ണ നിലാവുള്ള രാത്രിയാണ്, ചന്ദ്രനെ കാണാനുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തിലേക്ക് നോക്കി, ചന്ദ്രനിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദിൽ ഖമർ ലാ തുദാമൂന ഫീ റുയതിഹി. നിങ്ങൾ ഇതാ ഒരു മറയുമില്ലാതെ വളരെ തെളിച്ചത്തോടു കൂടി ഈ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും, ഒരു മങ്ങലോ മറയോ ഇല്ലാതെ. فَإِسْتَطَعْتُمْ أَلَّا تُغْلَبُوا عَلَى صَلَاةٍ قَبْلَ طُلُوعِ الشَّمْسِ وَقَبْلَ غُرُوبِهَا فَافْعَلُوا. നിങ്ങൾക്ക് സൂര്യൻ ഉദിക്കുന്നതിനെയും അസ്തമിക്കുന്നതിനെയും മുമ്പുള്ള നിസ്കാരം പാഴാക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അത് യഥാർത്ഥ രൂപത്തിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. അതിന് വേറെ വിശദീകരണങ്ങളുണ്ട്. ഫജ്ർ, അസ്ർ നിസ്കാരങ്ങളാണ് ഉദ്ദേശം. അത് ഏറ്റവും ശ്രേഷ്ഠത കൂടിയ നിസ്കാരങ്ങളാണ്. ആ നിസ്കാരങ്ങൾ കൃത്യമായി മുറുകെ പിടിക്കുന്ന ആളുകൾ, എല്ലാ നിസ്കാരവും പോലെ തന്നെ നിസ്കാരം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള കാരണമാണത് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണും എന്നുള്ളത് ചന്ദ്രനെ കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് മുഅല്ലിഫ് റഹിമഹുല്ലാഹ്, നാദിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, യുറാകൽ ബദ്രി ഔ കശംസി സഹ്വൻ ബിലാ ഗൈമിൻ വലാ വഹ്മിൻ ഖയാലി. ഒരു മറയില്ലാതെ, ഒരു മേഘത്തിന്റെ തടസ്സമില്ലാതെ സൂര്യനെയും ചന്ദ്രനെയും കാണുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ കാണും. മറ്റൊരു ഹദീസിൽ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നേരത്തെ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്, ഇത് നസായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, അൽബാനി സഹിഹാക്കിയിട്ടുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഉനാസുൻ യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ചോദിച്ചു, റസൂലേ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ അന്ത്യനാളിൽ കാണുമോ?
ഫഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു ഹൽ തുദാറൂന ഫി ശംസി ലൈസ ദൂനഹാ സഹാബ്, ഒരു മേഘത്തിന്റെ മറയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സൂര്യനെ കാണുന്നതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവാറുണ്ടോ? ഖാലു ലാ യാ റസൂലല്ലാഹ്, ഇല്ല റസൂലേ ഒരു ബുദ്ധിമുട്ടുമില്ല. ഖാല ഹൽ തുദാറൂന ഫിൽ ഖമരി ലൈലത്തുൽ ബദ്രി ലൈസ ദൂനഹു സഹാബ്, പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ ചന്ദ്രനെ കാണുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമോ മറ ഉണ്ടാവാറുണ്ടോ? തടസ്സമൊന്നും ഇല്ലാതെ കാണാൻ പറ്റും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല. ഖാലു ലാ യാ റസൂലല്ലാഹ്, ഒന്നുമില്ല റസൂലേ. ഖാല ഫഇന്നകും തറൗനഹു യൗമൽ ഖിയാമത്തി കദാലിക്, ഖിയാമത്തി കദാലിക്, ഇതേപോലെ വ്യക്തമായി ആ കാണലിന്റെ അവസ്ഥ പറയുന്നത് ക്ലിയർ ആയിക്കൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്ന മുഅ്മിനീങ്ങൾ ഏറ്റവും അല്ലാഹുവിനെ സൂക്ഷിച്ച് അടുത്ത് അല്ലാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകൾ അല്ലാഹുവിനെ ഏറ്റവും അടുത്ത് കാണും, അല്ലാത്തവർ പിന്നിലായിക്കൊണ്ട് കാണുന്ന അവസ്ഥ. യൗമുൽ ജുമുഅയിൽ, സ്വർഗത്തിലെ യൗമുൽ ജുമുഅയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുക എന്നും അതുപോലെ മറ്റു ചില ഹദീസുകളിൽ കാണാം വെള്ളിയാഴ്ച യൗമുൽ ജുമുഅയിൽ ഖതീബിനോട് ഏറ്റവും അടുത്തിട്ടുള്ള ആളാരാണോ അവരായിരിക്കും നാളെ അല്ലാഹുവിനോടും ഏറ്റവും അടുത്തുണ്ടാവുക എന്നുള്ളത്. ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും അഖീദയുടെ കിതാബ് വിശദീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ധാരാളം ദലീലുകൾ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരലോകത്ത് വെച്ച് മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ വെച്ച് ആസ്വാദനത്തിന്റെ നോട്ടം കാണും. അടുത്തത് പരലോകത്തെ ചില വിശ്വാസങ്ങളിൽ യൗമുൽ ഖിയാമയുടെ വിശ്വാസങ്ങളിൽപ്പെട്ട മീസാന്, ഹൗവ്, സിറാത്ത് അതുപോലുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് നാദിം റഹിമഹുല്ലാഹ് പരാമർശിക്കുന്നത്. അതിൽ പറയുന്നു വമീസാനുൽ ഹിസാബി കദാക ഹഖൻ മഅൽ ഹൗദി അൽ മുതഹരി കസ്സുലാലി, വമീസാനുൽ ഹിസാബി കദാക ഹഖൻ, വിചാരണ ചെയ്യാനുള്ള മീസാൻ ഹക്കായിക്കൊണ്ട് അവിടെ ഉണ്ടാകുന്നതാണ്, അഥവാ മീസാൻ സ്ഥാപിക്കപ്പെടും. ഖുർആനിൽ കൂടാതെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ അംബിയായിലെ 47-ാമത്തെ ആയത്തിൽ കാണാം വനവഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, അന്ത്യനാളിൽ അവിടെ മീസാൻ സ്ഥാപിക്കപ്പെടുന്നതാണ്, അന്ത്യനാളിൽ മീസാൻ സ്ഥാപിക്കപ്പെടുന്നതാണ്. മറ്റൊരായത്തിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ 101, 103 ആയത്തുകളിൽ കാണാം فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون, കാഹളത്തിൽ ഊതപ്പെട്ടാൽ അന്ന് പരസ്പരമുള്ള ബന്ധങ്ങൾ നിലനിൽക്കുകയൊന്നും ഉണ്ടാവില്ല, അവർ പരസ്പരം അന്വേഷിക്കുന്നില്ല. എന്റെ ഉപ്പ എവിടെ, എന്റെ മക്കളെവിടെ, എന്റെ കുടുംബക്കാരെവിടെ, ഒന്നും അന്വേഷിക്കാൻ നിൽക്കൂല. فمن ثقلت موازينه فأولئك هم المفلحون, ആരുടെ മീസാനാണോ കനം തൂങ്ങുന്നത് അവരാണ് വിജയികൾ. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون, ആരുടേതാണോ മീസാൻ കനം കുറയുന്നത് അവരാണ് നരകത്തിൽ ശാശ്വതരാകുന്ന നഷ്ടം പറ്റിയ ആളുകൾ. ഇങ്ങനെ ആയത്തുകളിലൂടെ ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീസാനിൽ തൂക്കപ്പെടുന്നതാണെന്ന് വന്നിട്ടുണ്ട്. അതിൽ 3 തരത്തിൽ തൂക്കപ്പെടുമെന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഒന്ന്, ഒരാൾ ചെയ്ത കർമ്മങ്ങൾ, അമലുകൾ തൂക്കപ്പെടും. ചെയ്ത കർമ്മങ്ങൾ, ഇപ്പൊ ചില സൽസ്വഭാവം അതുപോലെ ഓരോ കർമ്മങ്ങൾ അൽഹംദുലില്ലാ, ആ കർമ്മങ്ങൾ മീസാൻ കനം തൂങ്ങുമെന്ന് വന്നിട്ടുണ്ട്. 2, വ്യക്തികളെ തൂക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഉഹുദ് പർവ്വതത്തേക്കാൾ കനം തൂങ്ങുന്ന കാലുകളാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യക്തികളുടെ കർമ്മങ്ങൾ എഴുതിയ രേഖകൾ തൂക്കപ്പെടുന്നതായിട്ട് ഹദീസുൽ ബിതാഖ, ഒരുപാട് തെറ്റുകൾ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിച്ച ഒരാൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കനം തൂങ്ങുന്നതായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കൂടുതൽ ശരി എന്നുള്ള ഉലമാക്കളെയും ചർച്ചയുണ്ടെങ്കിലും ഈ 3 തരത്തിൽ തൂക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. മീസാൻ അവിടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ട്. മീസാനിൽ ഖിലാഫി ആയിട്ടുള്ള ചില മസായിലുകൾ ഉണ്ട്. അതായത് ഓരോ വ്യക്തിക്കും മീസാൻ ഉണ്ടോ, അതോ എല്ലാവർക്കും ഒരു മീസാനാണോ ഉള്ളത്, അതോ ആ നിലക്കുള്ള ചില ചർച്ച, മീസാൻ സിറാത്തിന് മുമ്പാണോ സിറാത്തിന് ശേഷമാണോ, അങ്ങനെ ചില ചർച്ചകളുണ്ട്. അത് അഖീദയിൽ ആഴത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അടിസ്ഥാന വിശ്വാസം എന്താണ്? മീസാൻ സ്ഥാപിക്കപ്പെടും. അതിൽ കർമ്മങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങളുടെ ഏടുകൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്ത വ്യക്തികൾ അവരെ തൂക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ബൈത്തിൽ വന്നു മഅൽ ഹൗദിൽ മുതഹരി കസ്സുലാലി, അതുപോലെ തന്നെ ഏറ്റവും രുചിയുള്ള, മാധുര്യമുള്ള, വെള്ളമുള്ള, പരിശുദ്ധമായ ഹൗദ് അവിടെ സ്ഥാപിക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകുന്ന
ഹൗദ് എന്നുള്ളത്. അതിന്റെ നീളവും 1 മാസം, വീതിയും 1 മാസവുമാണ് എന്ന് കാണാം. അതിലെ കോപ്പകൾ നക്ഷത്രക്കണക്കിനാണ്. അത് തേനിനേക്കാൾ മാധുര്യമുള്ളതും പാലിനേക്കാൾ വെളുത്തതും അതിൽ നിന്ന് ഒരു തവണ കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹം ഉണ്ടാക്കാത്തതുമായിട്ടുള്ള ആ സിഫത്തുകൾ വന്നിട്ടുള്ളതാണ് ഹൗദ് എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് സുന്നത്ത് പിൻപറ്റിയ ആളുകൾ അതിൽ നിന്ന് കുടിക്കുന്നതാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോ മീസാനും ഹൗദും അഖീദയിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇത് അഖീദയിൽ പെട്ടിട്ടുള്ള കാര്യം പറയുമ്പോൾ നിഷേധിക്കുന്ന ആളുകളുടെ അപ്പുറത്ത് മീസാൻ ഇല്ല എന്ന് പറയുന്നവരുണ്ട്, ഹൗദ് ഇല്ല എന്ന് പറയുന്ന പല പിഴച്ച വാദങ്ങളും അവിടെയുണ്ട്. അടുത്തത് വമിഅറാജുർ റസൂൽ ഇലൈഹി ഹഖ് ബിനഫ്സിൻ വാരിദിൻ ലിശ്ശക്കി ജാലി. വമിഅറാജുർ റസൂൽ ഇലൈഹി ഹഖ്, അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾക്കിടയിൽ പിഴച്ചവാദമായിട്ടുള്ള ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅറാജിനെ നിഷേധിക്കുക എന്നുള്ളത്. ഇസ്റാ മിഅറാജ് എന്നുള്ളത് അവിടുത്തെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ബിനഫ്സിൻ വാരിദിൻ ലിശ്ശക്കി ജാലി, സംശയത്തിന്റെ ഒരു ആവശ്യവും ഇല്ലാത്ത വിധം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ് മിഅറാജ് യാത്ര എന്നുള്ളത്. ആദ്യം മക്കയിൽ നിന്ന് ഫിലസ്തീനിലേക്ക് ഇസ്രാ നടത്തുകയും രാപ്രയാണം നടത്തുകയും അവിടുന്ന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് 7 ആകാശത്തിന്റെ മുകളിലേക്ക് സിദ്റത്തുൽ മുൻതഹയുടെ വരെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോടൊപ്പം അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കും പോയി അള്ളാഹുമായിട്ട് സംസാരിക്കുകയും അവിടുന്ന് നിസ്കാരം ലഭിക്കുകയും ആ കയറുന്ന വഴിയിൽ ഓരോ ആകാശത്തിലും ഓരോ നബിമാരെ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം ആദ്യത്തെ 50 വഖ്ത് നിന്റെ ഉമ്മത്തിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് 5 വഖ്തായി കുറച്ചു വന്നതും അതുമായി ബന്ധപ്പെട്ട ഹദീസ് കുറച്ച് വലുതാണ്. പക്ഷെ നമ്മളത് വായിക്കുന്നില്ല, കേട്ട് ഓർമ്മയുള്ളത് കൊണ്ട് ആ ഹദീസ് മുഴുവൻ വായിക്കുന്നില്ല. അതിൽ നടന്ന ഓരോ കാര്യങ്ങളും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. ഇസ്രാ മിഅറാജ് സഹീഹായിക്കൊണ്ട് വന്നിട്ടുള്ള സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ പരലോകത്തെ വിഷയത്തിൽ വിശ്വസിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കദാകൽ ജിസ്റു യുൻസബു ലിൽ ബറായ അലാമത്തിൻ السعير بلا محال. കദാകൽ ജിസ്റു പാലം, അതുപോലെ തന്നെ പാലം യുൻസബു ലിൽ ബറായ സൃഷ്ടികൾക്ക് വേണ്ടി നാട്ടപ്പെടും. അലാമത്തിൻ السعير, സഈർ എന്ന് പറഞ്ഞാൽ നരകം, നരകത്തിന് മുകളിൽ ബിലാ മുഹാലി, അതിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളത്. ഒരു സംശയവും ഇല്ല ആ വിഷയത്തിൽ. നാളെ പരലോകത്ത് വിശ്വാസത്തിൽപ്പെട്ട അടുത്തതാണ് നരകത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന സിറാത്ത് എന്നുള്ളത്. അതിനെപ്പറ്റി ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. സഹാബികൾ ഈ ആയത്ത് ഓതിക്കൊണ്ട് കരയുമായിരുന്നു. ഞാൻ അതിന് മുമ്പിൽ എത്തിയാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയാറുണ്ടായിരുന്നു. എന്താണത്? വൈമിൻകും, സൂറത്ത് മറിയമിലെ 71-72 ആയത്തുകളാണ്. വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ അടുത്ത് വരാത്തവരായിട്ട്. അത് സഹാബികൾ തന്നെ വിശദീകരിച്ചു. അത് സിറാത്തിന്റെ മുമ്പ് കൂടെ കടന്നു പോകുന്നവരാണ്. അഥവാ എല്ലാ ആളുകളും നബിമാരടക്കം ആ സിറാത്തിന്റെ മുകളിലൂടെ എന്താകും? കടന്നു പോയിട്ട് സ്വർഗത്തിലെത്തുകയുള്ളൂ. അതിന് താഴെ നരകമായിരിക്കും. ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. ആ പാലത്തിന്റെ മുകളിൽ നിന്ന് തഖ്വയുള്ള ആളുകളെ നാം രക്ഷപ്പെടുത്തുകയും അല്ലാത്ത ദുൽമ ചെയ്ത ആളുകൾ അതിലേക്ക് മുട്ടുകുത്തി വീഴുകയും ചെയ്യുന്ന അവസ്ഥയാണ്, അതിലേക്ക് വീഴുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അപ്പോ നരകത്തിന്റെ മേലെ നാട്ടുന്ന ആ പാലം, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജിസ്ർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സിറാത്ത് എന്നെല്ലാം പറയുന്നത്. എന്നിട്ട് പറയുകയാണ് ഫനാജിൻ സാലിമുൻ മിൻ കുല്ലി ശർരിൻ. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആള് എല്ലാ ഷെറിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളവനാണ്. ഫഹാവിൻ ഹാലികിൽ ലിന്നാരി സ്വാലി. നഷ്ടം പറ്റിയവനോ ആ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വീണു പോകുന്നവനാണ് നഷ്ടം പറ്റിയവൻ എന്ന് പറഞ്ഞു. ഈ സിറാത്തുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് വായിക്കാം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ ബൈത്തിന്റെ ആശയം അതേപോലെ വന്നിട്ടുള്ളതാണ്. ഒരിക്കൽ ഒരു ഹദീസിൽ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ ജസ്റു, റസൂലേ എന്താണ് ഈ ജസ്ർ, എന്താണ് ഈ പാലം, എന്താണ് ഈ പാലം ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്ഹവത്തുൻ മദില്ലത്തുൻ, വഴുവഴുപ്പുള്ള ഒരു പാലമാണത്, വഴുവഴുപ്പുള്ള പാലമാണ്. അലൈഹി ഖതാതീഫ് വകലാലിബു വഹതഖത്തുൻ മുഫൽതഹത്തുൻ, ഒരുപാട് കൊളുത്തുകളും കീറലുകളും കെണികളും ഒക്കെ ഉള്ള തരത്തിലുള്ള പാലമാണത്. ഒരുപാട് കൊളുത്തുണ്ടായിരുന്നു സൈഡിലൊക്കെ. ലഹാ ഷൗകത്തുൻ ഉഖൈഫാഉ തകൂനു ബിനജ്ദിൻ യുഖാലു സഅദാൻ, നജ്ദിൽ കാണപ്പെടുന്ന സഅദാൻ എന്ന കായ് പോലെ, മുള്ളുകൾ പോലെ അതിൽ മുള്ളുകൾ ഉണ്ട് ആ പാലത്തിൽ. അൽ മുഅ്മിനു അലൈഹ, ഒരു മുഅ്മിൻ അതിന്റെ മേലെ കൂടെ, കസ്ബറഫി വകൽബർഖ്, ഒരു കണ്ണിമ വെട്ടുന്ന പോലെ അല്ലെങ്കിൽ ഇടിമിന്നൽ പോലെ അതിലൂടെ കടന്നു പോകും. ചിലർ കാറ്റ് പോലെ, ചിലർ ഒരു കുതിരയോട്ടക്കാരനെ പോലെ ഒക്കെ കടന്നു പോകും.
ഫനാജിൻ മുസല്ലമുൻ, അതിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതെ, ഈ മുറിവൊന്നും ഏൽക്കാതെ കൊളുത്തൊന്നുമില്ലാതെ പെട്ടെന്ന് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. വനാജിൻ മഖ്ദൂസുൻ, എന്നാൽ കുറച്ചൊക്കെ കൊളുത്തേറ്റിട്ട് മുറിവേറ്റ് കടന്നു പോകുന്ന ആളുകളുണ്ട്. വമഖ്ദൂസുൻ ഫീ നാരി ജഹന്നം, നരകത്തിലേക്ക് വീണു പോകുന്ന ആളുകളുമുണ്ട്. ഹത്താ യമുറ ആഖിറുഹും യുസ്ഹബു സഹബൻ, അവസാനത്തെ ആളിൽ ഇഴഞ്ഞുകൊണ്ട് നീന്തി അഴഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന അവസ്ഥയും ഉണ്ടാകും എന്ന് പറയാം. ഭയാനകമാണ്, നമ്മൾ ഭയപ്പെടേണ്ടതാണ്. ഈ ആയത്ത് ഓതിയിട്ട്, നമ്മൾ നേരത്തെ ഓതിയ ആയത്ത് ഓതിയിട്ട് ചില സഹാബികൾ അറിയുമായിരുന്നു. അവിടെ വന്നിട്ടും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഞാൻ രക്ഷപ്പെടൂല്ലേ എന്ന് ആലോചിച്ചിട്ട് അവർ കരയാറുണ്ടായിരുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പരലോകത്തെ സിറാത്തിലൂടെ കടന്നു പോകുന്നതിന് ഉപമിച്ച് പറഞ്ഞൊരു കാര്യം, ദുനിയാവിലെ നേരായ സിറാത്തിൽ അഥവാ നേരായ പാതയിൽ ആരാണോ ശുഭത്തിന്റെയും ശഹ്വത്തിന്റെയും കെണിയിൽ അകപ്പെടാതെ കടന്നു പോകുന്നത് അവരായിരിക്കും പരലോകത്തെ സിറാത്തിൽ ഈ കുളുത്തുകളിൽ അകപ്പെടാതെ പോവുക. എപ്പോഴും ഇതിൽ സംശയം, എപ്പോഴും പാപങ്ങൾ, എപ്പോഴും തെറ്റുകൾ, ഇതിലിങ്ങനെ പോവുകയാണെങ്കിൽ അതേപോലെ കൊളുത്തുകൾ വെച്ചിട്ടായിരിക്കും അവിടെ രക്ഷപ്പെടും. തൗഹീദൊക്കെ ഉണ്ടാവും, രക്ഷപ്പെടും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ മുറിവേറ്റ അവസ്ഥയിലായിരിക്കും. എന്നാൽ ഇവിടെ നേരാവണ്ണം സിറാത്തുൽ മുസ്തഖീമിൽ പണിയെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾ അതുപോലെ അവിടെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞത് കാണാം. അപ്പോ ആ കാര്യം ജസ്റുമായി ബന്ധപ്പെട്ട പാലം സ്ഥാപിക്കപ്പെടും എന്നുള്ളത് വിശ്വസിക്കേണ്ടതാണ്. അടുത്ത വിശ്വാസ കാര്യങ്ങളിൽ അടുത്തത് പറയുന്നത് അഹ്ലുസുന്നയുടെ അഖീദയിൽ, അല്ലെങ്കിൽ ഇതിൽ പ്രധാനമായും പിഴച്ചവാദങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. അതിൽ പറയുന്ന അടുത്ത കാര്യം وتؤمن بالقضاء خيرا وشرا وبالمقدور في كل الفعال وتؤمن بالقضاء خيرا وشرا, അതുപോലെ നീ വിശ്വസിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഖൈറൻ വശർറൻ, അത് ഖൈറാവട്ടെ ഷർറാവട്ടെ. വബിൽ മഖ്ദൂരി ഫീ കുല്ലിൽ ഫിആലി, ഈ ഏതൊരു പ്രവർത്തനമാവട്ടെ അതെല്ലാം എന്താണ്? ഖദറാക്കപ്പെട്ടതാണ്. ഏതൊരു കാര്യം ഈ ലോകത്ത് നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഖദറാക്കപ്പെട്ടതാണ്. ചുരുങ്ങിയ രീതിയിൽ അള്ളാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 4 കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിലുള്ള വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാ കാര്യത്തിനെയും കുറിച്ചുള്ള അറിവ് പരിപൂർണമായി എപ്പോഴും ഉണ്ട്. അള്ളാഹുവിന് പുതിയൊരു കാര്യം അറിയേണ്ട ആവശ്യമുണ്ടോ, പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ നാം സൃഷ്ടിക്കുമെന്നും അത് നമ്മൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നും എല്ലാം അള്ളാഹുവിനറിയാം. അള്ളാഹുവിന്റെ അറിവ് എല്ലാത്തിനെയും മുൻഗണനയാണ്. 2, കിതാബത്താണ്. അള്ളാഹു തആല അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ, പിന്നീട് നടക്കുന്ന 5ഓളം സന്ദർഭങ്ങളിൽ ആ രേഖപ്പെടുത്തൽ നടക്കുന്നുണ്ട്. 3-മത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല മശീഅത്താണ്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ അറിവിലുള്ള, അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം സംഭവിക്കുക. ഒരു കാര്യം അള്ളാഹു രേഖപ്പെടുത്തി എന്നതുകൊണ്ട് അത് നടന്നു എന്നല്ല, അള്ളാഹു തആല ഉദ്ദേശിക്കുമ്പോഴേ ആ കാര്യം നടക്കുകയുള്ളൂ. 4-മത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ സംഭവിച്ച കാര്യം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ഖൽഖാണ്. ഇപ്പൊ നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചതാണ്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനവും അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഏതൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നതും അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ 4 കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഖദറിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഖൈറാവട്ടെ ഷർറാവട്ടെ അത് അള്ളാഹു തീരുമാനിച്ചതാണ്, അതെല്ലാം ഖദറാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഹദീസ് ജിബ്രീലിൽ ഈമാൻ കാര്യത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അടുത്തത് പറയുന്നത് നരകവും സ്വർഗവുമായി ബന്ധപ്പെട്ടതാണ്. നരകവും സ്വർഗവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അത് ആർക്കാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വിശ്വസിക്കൽ നമ്മുടെ വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. നരകം എന്നുള്ളത് സത്യമാണ്, അത് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കാണത്? വഴികേടിലായിട്ടുള്ള റസൂലിന്റെ ശത്രുക്കൾക്കാണ്, അഥവാ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇസ്ലാമിന്റെ ദീനിന്റെ എതിരാകുന്ന ആളുകൾക്കാണ്. അത് നമുക്കറിയാം. നരകം എന്നുള്ളത് സൃഷ്ടിക്കപ്പെട്ടത് തന്നെ കാഫിര്യങ്ങൾക്കാണ്. സൂറത്തുൽ ആലി ഇംറാനിൽ 131-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, കാഫിര്യങ്ങൾക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നരകത്തെ നിങ്ങൾ സൂക്ഷിക്കാൻ മുഅ്മിനീങ്ങളോടാ പറയുന്നത്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല, കാഫിര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോ വഴികേടിന്റെ ആളുകൾക്ക്, കുഫാറുകൾക്ക്, മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ള നരകം അത് സത്യമാണ്. ബിഹിക്മതി റബ്ബിനാ അദ്ലൻ വഇൽമൻ ബിഅഹ്വാലിൽ ഖലായിഖി ഫിൽ മആലി. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ ആളുകൾ ഇപ്പോൾ പറഞ്ഞു
ആളുകൾ നരകാവകാശികളുണ്ട്, സ്വർഗാവകാശികളുണ്ട്. എങ്ങനെയാണ് ഒരാൾ ദലാലത്തിലാകുന്നത്, എങ്ങനെയാണ് ഒരാൾ നരകാവകാശിയാകുന്നത്? അതിനുള്ള മറുപടിയാണ് ബിഹക്മതി റബ്ബിന അദ്ലൻ വഇൽമൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു ഒരാളെ നരകാവകാശിയാക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഹിക്മതൻ വഅദ്ല, അല്ലാഹുവിന്റെ പൂർണ്ണമായ യുക്തിയോടുകൂടിയും അല്ലാഹുവിന്റെ പൂർണ്ണമായ നീതിയോടുകൂടിയാണത്. അല്ലാഹുവിന്റെ യുക്തിയോടുകൂടിയും നീതിയോടുകൂടിയാണത്. അല്ലാഹു ഇതിൽ ദുൽമുണ്ടാവില്ല. അർഹതപ്പെടാത്ത ഒരാൾക്ക് അല്ലാഹു തആല നരകത്തിൽ അല്ലാഹു തആല പ്രവേശിപ്പിക്കില്ല. അല്ലാഹു തആല ഒരാളെ സൃഷ്ടിക്കുമ്പോൾ അയാൾ നരകാവകാശിയായി സൃഷ്ടിക്കപ്പെട്ടിരുന്നെങ്കിൽ അയാൾ അതിന് അർഹനാണ്. ഒരാൾ സ്വർഗാവകാശിയായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് അർഹനാണ്. അള്ളാഹു ഒരാളോടും അനീതി കാണിക്കുകയില്ല. അപ്പൊ ഒരാൾക്ക് നരകം കിട്ടുന്നത് വലാലത്ത് കിട്ടാനുള്ള കാരണങ്ങൾ രണ്ടാണ്. ഒന്ന് ഹിക്മത്ത്, അള്ളാഹുവിന്റെ യുക്തിപൂർവ്വമുള്ള തീരുമാനമാണ്. രണ്ട് അദ്ൽ, അള്ളാഹുവിന്റെ നീതിപൂർവ്വമുള്ള തീരുമാനമാണ്. ബിഅഹ്വാലിൽ ഖലായിഖ് ഫിൽ മആലി, സൃഷ്ടികളുടെ പരലോകമടങ്ങി ചെല്ലുമ്പോഴുള്ള അവസ്ഥ അനുസരിച്ച്, അഥവാ പരലോകത്തേക്ക് എത്തുമ്പോൾ അവൻ കാഫിറാണോ മുശ്രിക്കാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നൽകപ്പെടുന്നത് അള്ളാഹുവിന്റെ ഹിക്മത്തും അതിലും അനുസരിച്ചാണ്. അതുപോലെ സ്വർഗം, അതിലെ ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസ് സത്യമാണ്. ഉന്നതമായ ഗുണങ്ങളുള്ള സ്ഥാനത്തുള്ള നേർമാർഗം സിദ്ധിച്ച ആളുകൾക്കാണ് ആ സ്വർഗം ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമായി കൊണ്ട് നൽകിയതാണ്. അവിടെ എത്തിയതിനു ശേഷം അള്ളാഹു അവരെ ആദരിക്കുകയും ചെയ്യും. ഇവിടെ ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കാൻ, ഒരാൾക്ക് സ്വർഗം ലഭിക്കാൻ രണ്ട് കാരണങ്ങളാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ഫദ്ലൻ മിനല്ലാഹി വ നിഅമ, അള്ളാഹുവിൽ നിന്നുള്ള ഫദ്ലും അള്ളാഹുവിൽ നിന്നുള്ള നിഅമത്തുമാണ് ഒരാൾക്ക് ഹിദായത്ത് കിട്ടാനുള്ള കാരണം. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഒരാൾക്ക് വലാലത്ത് കിട്ടാനുള്ള കാരണം അള്ളാഹുവിന്റെ ഹിക്മത്തും അദ്ലും, യുക്തിപൂർവ്വമുള്ള നീതിപൂർവ്വമുള്ള അള്ളാഹുവിന്റെ തീരുമാനമാണത്. ഒരാൾക്ക് ഹിദായത്ത് കിട്ടാനുള്ള കാരണം അള്ളാഹുവിന്റെ ഫദ്ലും നിഅമത്തും, അള്ളാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവുമാണ്. അതല്ലാതെ ഒന്നുമല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ലഭിച്ച് സ്വർഗം കിട്ടുന്നവർ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ധാരാളമാണ്, നരകത്തിലെ ശിക്ഷകൾ അതിഭയാനകമാണ്. നരകവും സ്വർഗവും സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകളും ആയത്തുകളും നാം കേൾക്കേണ്ടതും നാം ഖുർആനിൽ പാരായണം ചെയ്യുമ്പോൾ ഓർക്കേണ്ടതും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കുകയും സ്വർഗം ലഭിക്കാനുള്ള കാരണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. വകുല്ലും ഫിൽ മഖാബിരി, അടുത്തത് പറയുന്നത് ബർസഖിയായ ജീവിതത്തിൽ ഉള്ള വിശ്വാസം, അഥവാ മരണത്തിന് ശേഷം പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുന്നതിനിടയിലുള്ള ഖബറിലെ ജീവിതത്തിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ആ കാലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ചില വിശ്വാസ കാര്യങ്ങളാണ് പറയുന്നത്. അവസാനിക്കാനായി അവസാനത്തെ ബൈത്തുകൾ അധികവും ദുആവും നബിയുള്ള സലാത്തുമാണ്. ഈ കാര്യങ്ങൾ കൂടിയുള്ളൂ വരുന്നത്. ഇതാണ് അവസാനത്തെ കാര്യമായി പരാമർശിക്കുന്നത് അഖദിയായിട്ടുള്ള കാര്യത്തിൽ. വകുല്ലും ഫിൽ മഖാബിരി സൗഫ യൽഖാ ബിലാ ശക്കിൻ ഹുനാലിക ലിസ്സുആലി, ഖബറിലുള്ളവരെല്ലാം, ഖബർ എന്ന് ഉദ്ദേശിച്ചാൽ ബർസഖ് ലോകത്ത്, മരണപ്പെട്ടു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഇടയിലുള്ള കാലത്ത്, വകുല്ലും ഫിൽ മഖാബിർ സൗഫ യൽഖാ, അവർ കണ്ടുമുട്ടും, ബിലാ ശക്കിൻ, ഒരു സംശയമില്ലാതെ, ഹുനാലിക ലിസ്സുആലി, അവിടെ ചോദ്യം ചെയ്യൽ. ഖബറിലെത്തിയോ അവിടെ വെച്ച് ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്, നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ്. നകീറൻ മുൻകറൻ ഹഖൻ ബിഹാദ, ചോദ്യം ചെയ്യാൻ വരുന്ന നക്കീർ മുൻകർ എന്ന മലക്കുകൾ. അതാന അന്നഖലു അൻ സഹ്ബിൻ വആലി, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നഖൽ, പ്രമാണങ്ങൾ, ഉദ്ധരണികൾ നമുക്ക് വന്നെത്തിയിട്ടുണ്ട്. അൻ സഹാബിൻ വആലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബങ്ങളിൽ നിന്നും. ഒരു ഹദീസ് നമുക്ക് വായിക്കാം, നമ്മുടെ ഒരു പരലോകത്തെ ഖബർ ജീവിതത്തെ ഓർമ്മപ്പെടുത്താനും കൂടിയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അബ്ദു ഇദാ വുദിഅ ഫീ ഖബ്രിഹി, ഒരു അടിമ അവനെ ഖബറിൽ വെക്കപ്പെട്ടാൽ, വതുവല്ലി വദഹബ അസ്ഹാബുഹു ഹത്താ ഇന്നഹു ലയസ്മഉ ഖർഅ നിആലിഹിം, അങ്ങനെ അവന്റെ ആളുകളൊക്കെ അവനെ ഖബറിൽ വെച്ചുകൊണ്ട് അവർ തിരിഞ്ഞു പോവാണ്. അങ്ങനെ തിരിഞ്ഞു പോകുമ്പോ ആ തിരിഞ്ഞു പോകുന്ന ആൾക്കാരുടെ കാലടിപ്പാടുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. അത്ര അതിൽ അവർ പോകുമ്പോ തന്നെ അതാഹു മലക്കാനി ഫഖഅദാഹു ഫയഖൂലാൻ, രണ്ട് മലക്കുകൾ ആ ഖബറിലേക്ക് എത്തി അവനെ ഇരുത്തും. എന്നിട്ട് ചോദിക്കും, ലഹു മാ കുൻത തഖൂലു ഫീ ഹാദർ റജുലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്, എന്താണ് നിനക്കറിയാം?
ഫയഖൂൽ അവർ അപ്പോ മുഅ്മിൻ പറയും അഷ്ഹദു അന്ന അബ്ദുഹു അബ്ദുല്ലാഹി വറസൂലുഹു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്. ഫയുഖാൽ ഉൻദുർ ഇലാ മഖഅദിക മിനൻ നാർ എന്നിട്ട് അയാൾ പറഞ്ഞു ഷഹാദത്ത് ചെയ്തു അവ മുഅ്മിനായ അടിമക്ക് നരകത്തിന്റെ സ്ഥാനം കാണിച്ചു കൊടുക്കും. നിന്റെ നരകത്തിന്റെ സ്ഥലം നീ നോക്കിക്കോ എന്ന് പറയും. അബ്ദലക അല്ലാഹു ബിഹി മഖഅദ മിനൽ ജന്ന അത് നിനക്കിതാ അള്ളാഹു മാറ്റി സ്വർഗ്ഗാക്കി തന്നിട്ടുണ്ട് എന്ന് പറയും. അതായത് എല്ലാ മനുഷ്യർക്കും നരകത്തിലും സ്വർഗത്തിലും ഓരോ സീറ്റ് ഉണ്ടാവുന്ന, നരകത്തിലും സ്വർഗത്തിലും സീറ്റ് ഉണ്ടാവുന്ന, സ്വർഗാവകാശി ആക്കുന്ന ആൾക്ക് നരകത്തിലുള്ള സീറ്റിൽ വേറെ പകരം ആളെയാക്കും. അതുപോലെ തന്നെ നരകാവകാശിയാകുന്ന ആൾക്ക് സ്വർഗത്തിന്റെ സീറ്റിൽ വേറെ ആളാക്കും. അതായത് രണ്ട് പ്രതിഫലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അതാണ്ടാവുക. അപ്പൊ നരകത്തിലെ സീറ്റ് കാണിച്ചു കൊടുത്ത് ഇതാണ് അള്ളാഹ് സ്വർഗമായി പകരം തന്നിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കും. قال النبي صلى الله عليه وسلم فيراهما جميعا واما الكافر والمنافق എന്നിട്ട് കാഫിറിന്റെയും മുനാഫിക്കിന്റെയും അവസ്ഥ ഫയഖൂൽ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ അവർ പറയും ലാ അദ്രി എനിക്കറിയില്ല കുന്തു അഖൂലു മാ യഖൂലു നാസ് ജനങ്ങൾ പറയുന്നൊക്കെ അങ്ങനെ പറഞ്ഞു നടന്നല്ലാതെ എനിക്ക് എന്താണ് സത്യം ഒന്നും അറിയില്ല. ഫയുഖാൽ അവര് ആ മലക്കുകൾ പറയും ലാ ദറൈത വലാ ഖലൈത നീ അന്വേഷിച്ചില്ല പഠിച്ചില്ല നീ അത് ഏറ്റു പറഞ്ഞില്ല നീ പിൻപറ്റിയില്ല. ثم يضرب بمطرقة من حديد ضربة بين أذنيه പിന്നെ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അവന്റെ ചുറ്റിക പോലെയുള്ള വലിയ ദണ്ട് കൊണ്ട് അവന്റെ ചെവികൾക്കിടയിൽ പെരടിയിൽ അടിക്കും. ജിന്നും മനുഷ്യവർഗവുമല്ലാത്ത മറ്റുള്ള ജന്തു ജീവജാലങ്ങളെല്ലാം കേൾക്കുന്ന വലിയൊരു നിലവിളി അടികൊള്ളുമ്പോ ആ ഖബറിൽ വെച്ച് അവൻ നിലവിളിക്കും എന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ വേറെയും ഹദീസുകൾ ഈ ഒരു കാര്യത്തെ വ്യക്തമാക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അഥവാ ഖബറിൽ ചോദ്യം ചെയ്യലുണ്ട്, മുൻകർ നക്കീർ എന്ന മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യും എന്നുള്ളത്. അത് മാത്രമല്ല അവന്റെ കർമ്മങ്ങൾ തുഖാരിനുഹു അവനോട് ചേർന്നൊപ്പം ഉണ്ടാവും സ്വർഗത്തിൽ ഖബറിൽ. ഹൈറായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, തെറ്റായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ. അതായത് ഖബറിൽ അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ നല്ല രൂപത്തിൽ, നല്ല ആളുടെ രൂപത്തിൽ മുഅ്മിനാണെങ്കിൽ അയാളുടെ അടുത്ത് വരികയും അവരോടൊപ്പം നിൽക്കുകയും അവന് സന്തോഷം നൽകുന്ന അവസ്ഥയിൽ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ അവൻ ചെയ്ത തെറ്റുകൾ അവനെ ഭയപ്പെടുത്തുന്ന ഭീകരമായ രൂപത്തിൽ അവന്റെ അടുക്കൽ ഖബറിൽ അവന് കൂട്ടായിട്ട് ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ റിപ്പോർട്ടായിട്ട് ഖബറിൽ നടക്കുന്ന കാര്യങ്ങൾ വിശദമായി പറയുന്ന ഹദീസിൽ ആ ഭാഗം വന്നിട്ടുണ്ട്. അതാണ് അമാലുകൾ ആ കൂട്ടായിട്ടുണ്ടാകും എന്ന് പറയുന്നത്. ഇനിയുള്ള ബൈത്തുകൾ ഇത്രയുള്ളൂ അഖദിയായിട്ടുള്ള കാര്യങ്ങളെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയുന്നത്. ഇനിയുള്ള ബൈത്തുകൾ ദുആവും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സ്വലാത്തുമാണ്. അത് നമുക്ക് വെറുതെ വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, വായിക്കാം. എന്നിട്ട് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് അള്ളാഹുവിനോട് അവസാനം ദുആ ചെയ്യുകയാണ്. ഈ ഒരു കാര്യം എഴുതി കഴിഞ്ഞിട്ട്, ഈ ഒരു ബൈത്ത് എഴുതി കഴിഞ്ഞിട്ട് ഫയാ ഫർദൻ ബിലാ സാനിൻ അജിർനി വസബ്ബിത്നി ബിഇസ്ദിക ദൽ ജലാലി. യാ ഫർദൻ പറഞ്ഞ ഒറ്റയായിട്ടുള്ളവനെ അള്ളാഹുവിനെ വിളിക്കാൻ, ഏകനായിട്ടുള്ളവനെ, ബിലാസാനി മറ്റൊന്നില്ല, രണ്ടാമതൊന്നില്ല, അജിർനി എനിക്ക് പ്രതിഫലം നൽകണമേ ഇത് എഴുതിയതിന്. വസബ്ബിത്നി ബിഇസ്ദിക ദൽ ജലാലി നിന്റെ അതിമഹത്തരമായ ഇസ്സത്ത് കൊണ്ട് എന്നെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ, ദീനിൽ സബാത്തിനെ ചോദിക്കാൻ. വആമിൽനി ബിഅഫ്വിക വഗ്നി ഖൽബി ബിഫദ്ലിക അൻ ഹറാമിക ബിൽ ഹലാലി എന്നെ വആമിൽനി ബിഅഫ്വിക നിന്റെ അഫു വിട്ടുവീഴ്ച, പാപമോചനം അതുകൊണ്ട് നീ എന്നോട് പ്രവർത്തിക്കണം, അതോ എനിക്ക് വിട്ടുവീഴ്ച നൽകണമേ. വഗ്നി ഖൽബി ബിഫദ്ലിക അൻ ഹറാമിക ബിൽ ഹലാലി ഹറാമിലേക്ക് ആവശ്യമില്ലാത്ത വിധം ഹലാല് കൊണ്ട് എന്റെ ഖൽബിനെ നീ ധന്യനാക്കണമേ. ഇതൊരു ഹദീസിന്റെ ആശയമാണ്. ഒരിക്കൽ അലി റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ഒരു മുക്കാത്തബ് വന്നു. മുക്കാത്തബ് എന്ന് പറഞ്ഞാൽ അടിമയായിരിക്കും, യജമാനുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പണിയെടുത്തിട്ട് പൈസ തരാം, എന്നെ ഒരു സ്വതന്ത്രനാക്കണം ഇത്ര സമയത്തിനുള്ളിൽ, ഒരു കടബാധ്യത പോലെ ആയിരിക്കും. അപ്പൊ അത് കൊടുക്കാനില്ലാതെ വന്ന് വിഷമിച്ചിരിക്കുന്ന ഒരാൾ വന്നിട്ട് അലി റളിയല്ലാഹുവിന്റെ പരാതി പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു അലാ ഉഅല്ലിമുക കലിമാത്തിൻ അല്ലമനിഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കലിമത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ. ലൗ കാന അലൈക മിസ്ലു ജബലി സബീരി ദൈനൻ അദ്ദാഹു അല്ലാഹു അൻക
നിനക്ക് വലിയൊരു പർവ്വത സമാന കടണ്ടെങ്കിലും അള്ളാഹു തആല നിനക്ക് വേണ്ടി അത് വീട്ടി തരും എന്നുള്ളത് പറഞ്ഞു. എന്താണ് ദുആ? അല്ലാഹുമ്മ എന്നിട്ട് പറഞ്ഞു ഖുൽ, നീ പറയുക, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്ദിനി ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ, നിന്റെ ഹലാൽ കൊണ്ട് ഹറാമിലേക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ എന്നെ നീ ധന്യനാക്കിയണമേ, നീ മതിയായനാക്കിയണമേ. അതുപോലെ തന്നെ മറ്റൊരാളുടെ ഔദാര്യത്തിലേക്ക് പോകാത്ത വിധം നിന്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ ധന്യനാക്കണമേ എന്നുള്ളത് കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദുആ ആണ്. ആ ദുആന്റെ ആശയമാണ് ഈ ബൈത്തിൽ പറഞ്ഞത്. വഅബിൽനി ബിഅഫ്ദിക തുടങ്ങുന്ന വനഖിൽ ഖൽബ മിൻ ദറനിൽ ഖതായ വരിഷ്നി മിൻ ഫവാദിലികൽ ജിസാലി. എന്റെ ഖൽബിനെ നീ ശുദ്ധീകരിക്കണമേ. നഖിൽ ഖൽബ മിൻ ദറനിൽ ഖതായ, പാപങ്ങളുടെ അഴുക്കിനെ തൊട്ട്. വരിഷ്നി, എന്നെ പുതയ്ക്കണമേ, എന്നെ ധരിപ്പിക്കണമേ. മിൻ ഫവാദിലികൽ ജിസാൽ, മഹത്തായ നിന്റെ ഔദാര്യം കൊണ്ട്. വലാതിഹ് ബിൽ ലതായിഫി വൽ അനായ, അങ്ങേയറ്റത്തെ അനുകമ്പ കൊണ്ട്, ലുത്ഫ് കൊണ്ട് നീ എന്നോട് അനുകമ്പ കാണിക്കണമേ. ദഈഫൻ ഫീ ജനാബിക ദത്തികാലി, നിന്നിലേക്ക് എപ്പോഴും ആവശ്യക്കാരനായിട്ടുള്ള ദുർബലനാണ് ഞാൻ. വജിമ്മിൽനി ബിആഫിയത്തിൻ വഅഫ്വിൻ, നീ എന്നെ അലങ്കരിക്കണമേ, സൗന്ദര്യമുള്ളവനാക്കണമേ നിന്റെ ആഫിയത്ത് കൊണ്ടും നിന്റെ അഫ്വ് കൊണ്ടും, വിട്ടുവീഴ്ച കൊണ്ട്. ഫൈൻ തംനുൻ ബിഅഫ്വിക ലാ ഉബാലി, നിന്റെ അഫ്വിലേക്ക് ഞാൻ എപ്പോഴും ഏത് സമയത്തും എല്ലാ നിലക്കും ആവശ്യക്കാരനായിട്ടുള്ളവനാണ് എന്ന്. ഇനി അവസാനത്തിൽ ഇനിയുള്ള ബൈത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സ്വലാത്താണ്. അതൊരു കവിതാ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. വസല്ലല്ലാഹു മാ ഗന്നത് ബിഐകിൻ അലൽ ഹുസാൻ മിൻ തൽഹിൻ വവാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സ്വലാത്ത് ചൊല്ലിയാണ്. എന്നിട്ട് ഗന്നത് ബിഐകിൻ എന്ന് പറഞ്ഞാൽ ഒരു സാഹിത്യ പ്രയോഗമാണ്. വൃക്ഷങ്ങൾ, വലിയ ഇലകളും അതുപോലെ അലൽ ഹുസാൻ മിൻ തൽഹി വവാലി, ധാരാളം കൊമ്പുകളും അതുപോലെ ഇലകളുമുള്ള വൃക്ഷങ്ങളുടെ അത്ര അതിന് മാത്രം സ്വലാത്ത്. അതേപോലെ തുനാദി ദായിമൻ തദ്ഉ ഹദീലൻ ഹമാമാതുൻ അലാ ഫനൻ അവാലി, ആ മരത്തിന്റെ വൃക്ഷങ്ങളിൽ പ്രാവുകൾ ഇരുന്ന് കുറുകുന്നത് പോലെ അത്രത്തോളം ഞാൻ ദുആ ചെയ്യുന്നു, തേടുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. അലൽ മഅസൂമി അഫ്ദലി കുല്ലി ഖൽഖിൻ, മഅസൂമായിട്ടുള്ള എല്ലാ സൃഷ്ടികളും അഫ്ദലായിട്ടുള്ള അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്കൽ ഖൽഖി മഅ സഹ്ബി വആലി, സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധി നേടിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെയും കുടുംബത്തിന്റെയും മേലിലും ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹിമഹുല്ലാഹ് ഈ ബൈത്ത് അവസാനിപ്പിക്കുകയാണ്. ഈ ബൈത്തിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നാം ആദ്യം പറഞ്ഞ ഖൽബിന്റെ സലീമായ ഖൽബിന്റെ അടയാളങ്ങൾ ഇബ്നുൽ ഖയ്യിം ഇഗാസത്തുൽ ലഹ്ഫാനിൽ പരാമർശിച്ച കാര്യങ്ങളെ ബൈത്തിന്റെ രൂപത്തിൽ കുറച്ച് വിശദീകരിച്ചുകൊണ്ടാണ് ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ പകുതിയിൽ അഹ്ലുസുന്നയുടെ അഖീദയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, കൂടുതൽ ഖിലാഫുകളുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെറിയ രീതിയിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ബൈത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് നിലക്കും ഇത് ഉപകരിക്കുന്നതാണ്. ഒന്നാമത്തേത് നമ്മൾ സ്വന്തത്തെ പരിശോധിക്കേണ്ടതാണ്. ഇന്ന് രാത്രി നമ്മളൊന്ന് ആലോചിക്കുക, നാം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എന്താണ് എന്റെ ഖൽബിന്റെ അവസ്ഥ? എത്രത്തോളം അതിന് ആരോഗ്യമുണ്ട്? എത്രത്തോളം അതിന് രോഗം ബാധിച്ചിട്ടുണ്ട്? എന്താണ് എനിക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം? എന്താണ് അള്ളാഹുവിന്റെ ദിക്റുമായിട്ട് എന്റെ ബന്ധം? നിസ്കാരത്തിൽ എന്റെ അവസ്ഥ എന്താണ്? എന്റെ കർമ്മങ്ങൾ എത്രത്തോളാണ് ശ്രദ്ധിക്കുന്നത് എന്ന്. രണ്ടാമത്തെ ഭാഗം എന്റെ അഖീദ, എന്റെ വിശ്വാസം അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പഠിച്ചതും അറിഞ്ഞതും എത്രത്തോളമാണ്? എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ഞാൻ പഠിക്കാനുള്ളത്, അറിയാനുള്ളത് എന്നീ കാര്യങ്ങൾ ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് പരലോകത്തേക്ക് ഉപകാരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ചിന്തിക്കുകയും ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.